Hello, good morning. How are you? All are fine? Okay. All are safe at your home? Yes, very good. Welcome back to our English class. At the last class, you discussed about a letter from Japan. Some part of this chapter, a letter from Japan. Last class, Miss നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് എന്തായിരിക്കും? A letter from Japan എന്ന പാഠത്തിലെ അല്പം ഭാഗങ്ങളാണ് അല്ലേ? Today, let's discuss about some other part of this chapter. Okay. All of you look at the textbook. Yes. Page number 26. Did you take? Okay. On March 3, the day of the festival, we get up early in the morning. We kneel before the dolls, bow 3 times and pray for happiness and prosperity. Friends visit us on this day. When they arrive, we bow to them and welcome them in. It is impolite just to nod our heads and ask them in. We then serve them tea. Outside, over the house top, we hang a paper kite on a bamboo pole. The kite is shaped like a car. Children go around admiring each other's kites. We may not have as many festivals as you do in India, but we do have a few: New Year's Day, Cherry Blossom Festival, Buddha's birthday, and the Feast of Lanterns. I will write to you again after a month or two. I'm sure I will have lots of news for you then. Best wishes, Mickey. Okay, all of you look at the textbook. ഇനി നമുക്ക് കഴിഞ്ഞ പാഠത്തിൽ മിസ് പറഞ്ഞതിന്റെ ബാക്കി പറയാം. On March 3, മാർച്ച് 3-ന് the day of the festival, അന്നാണ് നമ്മുടെ ഡോൾസ് ഫെസ്റ്റിവൽ. We get up early in the morning. ഞങ്ങള് get up early in the morning. രാവിലെ നേരത്തെ എഴുന്നേൽക്കും. Early means നേരത്തെ. We kneel before the dolls, bow 3 times and pray for happiness and prosperity. നേരത്തെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യും? We kneel. What's the meaning of kneel? Kneel means to rest on the knees. To rest on the knees. മുട്ടുകുത്തി നിൽക്കുന്നതിനാണ് എന്ത് പറയുക? kneel എന്ന് പറയുക. KNEEL, kneel, മുട്ടുകുത്തി നിൽക്കുക, മുട്ടിൽ നിൽക്കുക. We kneel before the dolls. പാവകളുടെ മുന്നിൽ ഞങ്ങൾ എന്ത് ചെയ്യും? മുട്ടുകുത്തി നിൽക്കും. Bow 3 times and pray for happiness and prosperity. Bow means തല കുനിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ തല കുനിക്കില്ലേ? അങ്ങനെ തല കുനിക്കും. Bow 3 times, 3 പ്രാവശ്യം ഞങ്ങൾ തല കുനിക്കും. And pray for happiness and prosperity. എന്നിട്ട് എന്ത് ചെയ്യും? സന്തോഷത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ഡോൾസിന്റെ മുന്നിൽ തല കുമ്പിട്ട് മുട്ടുകുത്തി തല കുമ്പിട്ട് നിന്നിട്ട് ഞങ്ങള് for happiness and prosperity. സന്തോഷത്തിനും, പ്രോസ്പെരിറ്റി മീൻസ് ഐശ്വര്യം. അപ്പോൾ സന്തോഷത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. ഫ്രണ്ട്സ് വിസിറ്റ് us on this day. ഫ്രണ്ട്സ്, സുഹൃത്തുക്കള്, വിസിറ്റ് us, ഞങ്ങളെ സന്ദർശിക്കും. on this day, ഈ ദിവസം. അപ്പോൾ ഫെസ്റ്റിവൽസിന്റെ അന്നൊക്കെ അല്ലേ സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ വരിക. അപ്പോൾ ആ ഡോൾസ് ഫെസ്റ്റിവലിന്റെ അന്നും എന്ത് ചെയ്യും? സുഹൃത്തുക്കളൊക്കെ വീട്ടിലേക്ക് വരും. When they arrive, സുഹൃത്തുക്കളൊക്കെ എത്തിയാൽ എന്ത് ചെയ്യും? We bow to them and welcome them in. We bow, B-O-W, bow. Second time. What's that? Bow means തല കുനിക്കും. To them, അവരോടും. ആരോട്? നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഫ്രണ്ട്സിനോട് ഞങ്ങൾ എന്ത് ചെയ്യും? അവരോട് ഇങ്ങനെ തല കുനിച്ചിട്ട് എന്ത് ചെയ്യും? And welcome them in. അവരെ അകത്തേക്ക് വെൽക്കം ചെയ്യും, അകത്തേക്ക് സ്വാഗതം ചെയ്യും, അകത്തേക്ക് വരാൻ പറയും. അപ്പൊ കണ്ടോ, അവരെ ബഹുമാനത്തോടു കൂടി അവരുടെ മുന്നിൽ ഒന്ന് തല കുമ്പിട്ടിട്ട് ഞങ്ങൾ അവരെ അകത്തേക്ക് ക്ഷണിക്കും. It is impolite just to nod our heads and ask them in. അവിടെയൊക്കെ
ഇറ്റ് ഈസ് ഇംപ്ലൈഡ് ജസ്റ്റ് നോട്ട്. തല കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആംഗ്യം കാണിക്കണേ നോഡ് എന്ന് പറയാം കേട്ടോ. മൂവ് യുവർ ഹെഡ് ഡൗൺ ലൈറ്റ്ലി ആൻഡ് ക്വിക്ലി. ഇവിടെ തല കൊണ്ട് നമ്മൾ ചിലപ്പോൾ ആരെങ്കിലും വരുമ്പോൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ കാണിക്കും അല്ലേ, അകത്തേക്ക് കയറാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കാണിക്കുന്നത് എന്താണ്? ഇംപ്ലൈഡ് ജസ്റ്റ് നോഡ് അവർ ഹെഡ്സ് ആൻഡ് ആസ്ക് ദം ഇൻ. തല കൊണ്ട് മെല്ലെ ആംഗ്യം കാണിച്ചിട്ട് അകത്തേക്ക് കയറാൻ പറയുന്നത് ഒരു മര്യാദകേടാണ്. ഇംപൊളൈറ്റ് മീൻസ് മര്യാദകേട്. അതുകൊണ്ട് അവരെന്താ ചെയ്യുക? അവരുടെ മുന്നിൽ തല മുമ്പിട്ടിട്ട് തന്നെ അവരോട് എന്ത് ചെയ്യും? അകത്തേക്ക് വരാൻ പറയും. അല്ലാതെ തല കൊണ്ട് ജസ്റ്റ് ആംഗ്യം കാണിച്ചിട്ട് എന്ത് ചെയ്യില്ല? അകത്തേക്ക് വെൽക്കം ചെയ്യില്ല. വി ദെൻ സെർവ് ദം ടീ. പിന്നെ അകത്തേക്ക് ക്ഷണിച്ച ശേഷം എന്ത് ചെയ്യും? വി ദെൻ സെർവ് ദം ടീ. അവർക്ക് ചായയൊക്കെ കൊടുക്കും. അപ്പോ പുറത്ത് എന്താ സംഭവിക്കുന്നത് നോക്കിയേ. ഔട്ട്സൈഡ് ഓവർ ദ ഹൗസ് ടോപ്പ് വി ഹാങ് എ പേപ്പർ കൈറ്റ് ഓൺ എ ബാംബൂ പോൾ. ഔട്ട്സൈഡ് പുറത്ത്, ഓവർ ദ ഹൗസ് ടോപ്പ് വീടിന്റെ മുകളിലായിട്ട് എന്ത് ചെയ്യുന്നറിയോ? വി ഹാങ് എ പേപ്പർ കൈറ്റ്. പേപ്പർ കൊണ്ടുള്ള കൈറ്റുകൾ. എന്താ കൈറ്റ് എന്ന് പറഞ്ഞാൽ? വാട്ട്സ് ദ മീനിങ് ഓഫ് കൈറ്റ്? യെസ്, വെരി ഗുഡ്, പട്ടം അല്ലേ. വി ഹാങ് എ പേപ്പർ കൈറ്റ് ഓൺ എ ബാംബൂ പോൾ. മുളയുടെ വടിയില് ഞങ്ങള് പേപ്പർ കൈറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ തൂക്കിയിടും. ഹാങ് മീൻസ് തൂക്കിയിടുക കേട്ടോ. ലുക്ക് അറ്റ് ദ പിക്ചർ, യു ക്യാൻ സീ ദെയർ. യെസ്, അപ്പോൾ മുളയുടെ വടിയിൽ ഞങ്ങൾ പേപ്പർ കൈറ്റ്സ് ഒക്കെ തൂക്കിയിടും. ദ കൈറ്റ് ഈസ് ഷേപ്ഡ് ലൈക്ക് എ കാർ. കൈറ്റ് ഏത് രീതിയിലായിരിക്കും? എന്തിന്റെ കൈറ്റ് ഉണ്ടാവുക? എ കാർ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് കാർ? മീനിന്റെ ഒക്കെ ഷേപ്പിലാണ് അവരുണ്ടാക്കിയിട്ടുള്ള കൈറ്റ്സ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ മീനിന്റെ ആകൃതിയിലുള്ള ഷേപ്സിലുള്ള കൈറ്റ്സ് ഉണ്ടാക്കിയിട്ട് അവർ വീടിന്റെ മുകൾ ഭാഗത്തായിട്ട് മുളയുടെ വടിയിൽ തൂക്കിയിടും. ചിൽഡ്രൻ ഗോ അറൗണ്ട് അഡ്മിയറിംഗ് ഈച്ച് അതേഴ്സ് കൈറ്റ്സ്. ചിൽഡ്രൻ, കുട്ടികൾ, നിങ്ങളെ പോലുള്ള കുട്ടികൾ എന്ത് ചെയ്യും? ഗോ അറൗണ്ട്, ചുറ്റി ഇങ്ങനെ നടക്കും. അഡ്മിയറിംഗ് ഈച്ച് അതേഴ്സ് കൈറ്റ്സ്, മറ്റുള്ളവരുടെ കൈറ്റ്സ്, ഓരോരുത്തരുടെയും കൈറ്റ്സ് ഇങ്ങനെ നോക്കിയിട്ട് അല്ലേ, ഓരോ വീടിന്റെയും മുന്നിലുള്ള കൈറ്റ്സ് ഒക്കെ ഇങ്ങനെ നോക്കിയിട്ട് അവര് അത്ഭുതത്തോടെ ആശ്ചര്യത്തോടു കൂടി ഓരോ കൈറ്റ്സ് നോക്കിയിട്ട് ഇങ്ങനെ നടക്കും. പിന്നെയോ, വി മേ നോട്ട് ഹാവ് ആസ് മെനി ഫെസ്റ്റിവൽസ് ആസ് യു ഡു ഇൻ ഇന്ത്യ. വി മേ നോട്ട് ഹാവ് ആസ് മെനി ഫെസ്റ്റിവൽസ്. ഞങ്ങൾക്ക് ഒരുപാട് ഫെസ്റ്റിവൽസ്, ഉത്സവങ്ങളൊന്നും ഇല്ല. ആസ് യു ഡു ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിങ്ങൾക്കുള്ളതുപോലെ. അപ്പൊ ഇന്ത്യയിൽ നിങ്ങൾക്കുള്ളതുപോലെ ഞങ്ങൾക്കിവിടെ ജപ്പാനിൽ എന്തില്ല? ഒരുപാട് ഫെസ്റ്റിവൽസ് ഒന്നും ഇല്ല. പക്ഷേ വി ഡു ഹാവ് എ ഫ്യൂ, കുറച്ചൊക്കെ ഉണ്ട്. ഏതൊക്കെയാ? ന്യൂ ഇയേഴ്സ് ഡേ. ന്യൂ ഇയേഴ്സ് ഡേ അറിയില്ലേ? പുതുവർഷങ്ങൾ അല്ലേ. ചെറി ബ്ലോസം ഫെസ്റ്റിവൽ, പിന്നെ ചെറി പൂക്കുന്ന ഫെസ്റ്റിവൽ ആണത്രേ. അപ്പോൾ ചെറി ബ്ലോസം ഫെസ്റ്റിവൽ. ദെൻ ബുദ്ധാസ് ബർത്ത്ഡേ, ബുദ്ധയുടെ ബർത്ത്ഡേ. ആൻഡ് ഫീസ്റ്റ് ഓഫ് ലാൻഡേൺസ്, പിന്നെ ദീപോത്സവങ്ങളൊക്കെ അവർ ആഘോഷിക്കാറുണ്ട്. എന്നാലും നമുക്ക് ഇന്ത്യയിലുള്ളതുപോലെ അവർക്ക് എന്തില്ല? അവിടെ ഒരുപാട് ഫെസ്റ്റിവൽസ് ഒന്നും ആഘോഷിക്കാൻ ഉണ്ടാവാറില്ല. പിന്നെ I will write it to you again after a month or two. I will write, ഞാൻ എഴുതും, to you, നിനക്ക്, again, ഇനിയും, after a month or two, 1-2 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഇനിയും നിനക്ക് കത്തെഴുതാം. I'm sure I will have lots of news for you then. അപ്പോൾ ഒരുപാട് ന്യൂസുകൾ നിനക്ക് വേണ്ടി എഴുതാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് ഷുവർ ആണ്. ഒരുപാട് ന്യൂസ് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ബെസ്റ്റ് വിഷസ്. ഓക്കെ, ആശംസകളോടെ മിക്കിയാണ് എഴുതിയത് കേട്ടോ. അപ്പോൾ മിക്കി എഴുതിയ ഒരു കത്തായിരുന്നു ഇത്. ഫസ്റ്റ് ഭാഗങ്ങളൊക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, മിസ്സിന്റെ കൂടെ നിങ്ങൾ വായിക്കുക കേട്ടോ. ഓൺ March 3, the day of the festival, we get up early in the morning. We kneel before the doors, bow 3 times and pray for happiness and prosperity. Do you read with me? Do you follow me? Yes, very good. എല്ലാവരും മിസ്സിന്റെ കൂടെ വായിക്കുക കേട്ടോ. Friends visit us on this day. When they arrive, we bow to them and welcome them in. It is impolite just to nod our heads and ask them in. We then serve them tea. Outside, over the house top, we hang a paper kite on a bamboo pole.
The kite is shaped like a car. Children go around admiring each other's kites. We may not have as many festivals as you do in India, but we do have a few. New Year's Day, Cherry Blossom Festival, Buddha's birthday, and the Feast of Lanterns. I will write to you again after a month or two. I'm sure I will have lots of news for you then. Best wishes, Mickey. Okay? Then all of you listen. Let's write some words. Okay. കുറച്ച് വേർഡ്സ് മിസ് തരാം കേട്ടോ. ബോർഡിൽ എഴുതാം. നിങ്ങൾ അത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം. എന്നിട്ട് 5 times എഴുതണം. ഓക്കെ, all of you write that 5 times. ഓക്കെ. Kneel. Kneel. Prosperity. Prosperity and admiring. Only 3 words. All of you write these words 5 times and study well for dictation. Okay. These are words: kneel, prosperity, admiring. Okay. I think it is enough for you for today. And next, let's write 2 question answer also. Are you ready? Are you ready, children? Yes. Okay. Listen. First question. What is this letter about? Who has written it? When? What is the first question? What is this letter about? Look at that question. Exercise B. First question. What is this letter about? ഈ കത്ത് എന്തിനെ കുറിച്ചായിരുന്നു? Do you know? Do you know? What is this letter about? ഈ കത്ത് എന്തിനെ കുറിച്ചായിരുന്നു? Yes, tell me. The festival of dolls. The festival of dolls. Who has written it? Who has written it? ആരാ എഴുതിയത്? Mickey wrote. When? In 17? Yeah. On 17 August 2018. Very good. Then all of you write that question first. All of you write that question first. And after you can write this answer. First answer what? What is this letter about? The festival of dolls. Okay. Next one. Who has written it? The festival of dolls in Japan എന്നുകൂടി എഴുതണം കേട്ടോ. In Japan. Who has written it? Who has written it? Yes. Mickey wrote. Mickey wrote it. Mickey wrote it. When? Next question. When? എന്താണ് എഴുതിയത്? On 17 August 2018. 3 questions are there in first question. Which are they? What is this letter about? Who has written? Next one, when? 3 questions. എന്തിനെ കുറിച്ചായിരുന്നു കത്ത്? പിന്നെ ആരാണ് എഴുതിയത്? എന്നാണ് എഴുതിയത്? അല്ലേ? അതിന്റെ ആൻസർ ആണ് ഇവിടെ. ഫെസ്റ്റിവൽ ഓഫ് ഡോൾസ് ഇൻ ജപ്പാൻ. ജപ്പാനിലെ ഡോൾസ് ഫെസ്റ്റിവലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കത്ത് എഴുതിയിരിക്കുന്നത്.
എഴുതിയത് മിക്കി റോട്ട് ഇറ്റ്, മിക്കിയാണ് എഴുതിയത് ഓൺ 17 ഓഗസ്റ്റ് 2018. ഓഗസ്റ്റ് 17, 2018 ഈ കത്ത് എഴുതുന്നത്. That is the first question answer. And next question, what? Mention 3 other festivals of Japan. Mention 3 other festivals of Japan. Here we discussed about that 3 or 4 festivals in Japan. Okay, can you say? Can you say? Yes. What's that? New Year's Day, Cherry Blossom Festival, Buddha's birthday, Feast of Lanterns. Here we want only 3 festivals. Let's write that. New Year, isn't it? New Year's Day. New Year's Day. Then Cherry Blossom Festival. Then Buddha's birthday. Okay, so you can study that. Only 3 festivals are there: New Year's Day, Cherry Blossom Festival, and Buddha's birthday. Okay, Buddha's birthday. These are that festivals. Okay, then these 3 words, first one and prosperity, next one admiring, 3 words are there for dictation, and only 2 simple questions are there for question answer. You should study that. Okay, only 2 question answer and 3 words for 3 words only you should study for today's class. Today's class you should study that words and 2 question answers also. Okay, then all of you listen that page number 27. Let us understand. Alright, T for the true statements and F for the false statements. Okay, മിസ് വായിക്കാം, സെൻറ്റൻസ് വായിക്കാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ അത് ശരിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കോളത്തിൽ നിങ്ങൾക്ക് ടി എന്ന് എഴുതാം. തെറ്റാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എഫ് എന്ന് എഴുതണം. ഓക്കെ, ആർ യു റെഡി? യെസ്. ഫസ്റ്റ് വൺ, മിക്കി wrote a letter about the festival of Navaratri. മിക്കി wrote a letter. മിക്കി കത്തെഴുതി about the festival of Navaratri. നവരാത്രി ഫെസ്റ്റിവലിനെ കുറിച്ച്. നവരാത്രി ഫെസ്റ്റിവലിനെ കുറിച്ചാണ് മിക്കി കത്തെഴുതിയത്. Is it correct? Is it correct? Yes or no? True or false? Can you say? മിക്കി നവരാത്രി ഫെസ്റ്റിവലിനെ കുറിച്ചാണോ എഴുതിയത്? നോ, ഡോൾസ് ഫെസ്റ്റിവലിനെ കുറിച്ചാണ് എഴുതിയത്, അല്ലേ? അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ? ഫാൾസ്. We can write there F. Write in that column F. Second question. Japanese dolls are 100 years old. Japanese dollsനൊക്കെ 100 years old ആണ്. വർഷങ്ങളോളം പഴക്കമുണ്ട്. 100ഓളം വർഷം പഴക്കമുണ്ട് ജാപ്പനീസ് ഡോൾസിന് എന്ന് നമ്മൾ ഇപ്പുറത്ത് പഠിച്ചിരുന്നു. Isn't it? Yes. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ. സോ we can write there T. T, write in that column. Third question. Not question. Third statement. Dolls give happiness and prosperity. Dolls gives happiness and prosperity. Dolls give happiness and prosperity. അവരുടെ വിശ്വാസപ്രകാരം എന്താണ്? പാവകള് സന്തോഷവും ഐശ്വര്യവും നൽകുന്നു. ട്രൂ ഓർ ഫാൾസ്? ട്രൂ. Fourth one, the festival of dolls is followed by the festival of kites. Dolls festival എന്ന് പറയുന്നത് kites festivalനെ ഫോളോ ചെയ്തുകൊണ്ടുള്ളതാണ്. No, that's not correct. False. We can write there F. Okay, did you write? Yes. First one false,
Mickey wrote a letter about the festival of Navaratri. Navaratri കുറിച്ചല്ല മിക്കി എഴുതിയത്. അപ്പോൾ നമുക്ക് അവിടെ F ഇട്ട് കൊടുക്കാം. ഫാൾസ് ആണ്. Second one, Japanese dolls are 100 years old. Japanese dollsനൊക്കെ വർഷങ്ങളോളം പഴക്കമുണ്ട്. ശരിയാണ്. അപ്പോൾ true. Then 3, the third question, third statement, dolls give happiness and prosperity. Dolls നമുക്ക് സന്തോഷവും സമൃദ്ധിയും നൽകുന്നു. True ആണ്. T. And fourth one, the festival of dolls is followed by the festival of kites. Dolls festival എന്ന് പറയുന്നത് kites festivalനെ follow ചെയ്തിട്ടുള്ളതാണ്. No, that is not correct. So we can write there F. Then 5 questions are there. So here we wrote that 2 questions and you should study that 2 question answer. And next one, just as in the Japanese doll festival, does India too have a festival where we fly kites? Okay, let's discuss about this question next class. Okay, yes, and let's stop here. I think all are understood this chapter well, I think so, and all of you study these words and do question answer today itself. Okay, today itself you should study these 3 words: meal, prosperity, admiring, and 2 question answers are the festival of dolls in Japan. Mickey wrote it on 17 August 2018, and the second question answer, New Year's Day, Cherry Blossom Festival, Buddha's birthday. Only 3 festivals are there and you should study that very well. Okay, then thanks for all.